സാർ ഇത് മരണമല്ല സാറ്. അതാണ് ഞാൻ വെളിപ്പെടുത്തിയത്. ഇത് സാർ ഇത് മരണമല്ല, ഇത് സമാധിയാണ് സാർ. ഇത് സമാധിയാണ്. ഇത് മരണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സാർ. ഇത് സമാധിയാണ്. എൻ്റെ അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതത്തിലാണ് വന്നിട്ടുള്ളത്. മുസ്ലിങ്ങൾക്ക് സമാധി എന്തെന്നറിയോ? ഞാനൊരു കാര്യം ചോദിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് സമാധി എന്തെന്നറിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവരെ മതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഇന്ന് ഹിന്ദു മതത്തിൽ അവർ അധികാരം കയറി വരേണ്ട ഒരു കാര്യവുമില്ല. സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവൻ്റെ അമ്പലത്തിനോട് ചേർന്നാണ് എൻ്റെ അച്ഛൻ സമാധിയായത്. പൊളിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഒരു സമാധാനപരമായിട്ട് പോകുന്ന ഈ ക്ഷേത്രത്തിൽ ഇത്രയും വലിയ പ്രശ്നം എന്താണെന്ന് ഇതുവരെയ്ക്കും ചോദിക്കുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുസ്ലിങ്ങൾ ഗുണ്ടായിസം പോലെ ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറി ക്ഷേത്രത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യണത്. എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഈ മുസ്ലിങ്ങൾ ഈ ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറുമായിരുന്നു. ഇതിൻ്റെ നാരുടെ അമ്പലത്തെ പ്രമാണിച്ച് ഈ മുസ്ലിങ്ങളെ കളക്ടർ ഓഫീസിലും നെയ്യാറ്റിൻകര സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മുടെ ക്ഷേത്രം പൊളിച്ചു മാറ്റണമെന്നും പിന്നെ ക്ഷേത്രത്തിൽ റെക്കോർഡ് ഇടാനായിട്ട് പാടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മുസ്ലിം വഴി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേദനയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവരവരെ മതത്തെ വിശ്വസിക്കുക. അന്യമതസ്കാർ ഈ ഹിന്ദു മതത്തെ ഇല്ലാതാക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. അല്ല, മുസ്ലിം അല്ലാത്തവരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് രഹസ്യമായിട്ട് മറവ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കള് എൻ്റെ കർമ്മം നിങ്ങൾ രണ്ടുപേരും ചെയ്താൽ മാത്രം മതി. അതിൽ എൻ്റെ കർമ്മം പൂർത്തിയായതിന് ശേഷം മാത്രം നിങ്ങൾ വേറെ ആരെ അറിയിക്കുകയോ എന്ത് വേണോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഞാൻ പറഞ്ഞു തരാം. അച്ഛൻ്റെ കർമ്മം മക്കളല്ലാതെ വേറെ ആരാണ് ചെയ്യേണ്ടത് സാർ? പറയും. അല്ല, ഇപ്പൊ മരണം എല്ലാ സ്ഥലത്തും നടക്കും. പക്ഷെ മൊത്തത്തില് ആളുകളെല്ലാം അറിഞ്ഞതിന് ശേഷമാണല്ലോ ഈ കർമ്മങ്ങളും. സാർ ഇത് മരണമല്ല സാറ്. അതാണ് ഞാൻ വെളിപ്പെടുത്തിയത്. ഇത് സാർ ഇത് മരണമല്ല, ഇത് സമാധിയാണ് സാർ. ഇത് സമാധിയാണ്. ഇത് മരണമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല സാർ. ഇത് സമാധിയാണ്. എൻ്റെ അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതത്തിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ വേഷവിധാനം എന്ന് പറഞ്ഞാൽ കാവി മുണ്ടും കാവി ഷർട്ടുമാണ്, രുദ്രാക്ഷമാലയും ധരിക്കുന്ന ആളാണ്. അത് വീട്ട് അച്ഛന് ഇവിടെ മരുത്തോമലയിൽ സമാധി ചടങ്ങിനും അച്ഛൻ പങ്കെടുക്കുന്ന ആളാണ്. ഇല്ല ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ പറയാൻ പറ്റില്ല. ഇത് ആളുകൾ അറിയാതെ എന്തിനു മറവ് ചെയ്തു അതാണ് ഞാൻ വീണ്ടും ഞാൻ പറയുന്നത്. ഞാൻ അച്ഛന്റെ ആഗ്രഹപ്രകാരം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. അത് അച്ഛൻ പറഞ്ഞെങ്കിലും അത് മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭാര്യയുടെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കർമ്മം നിങ്ങൾ മക്കള് നിങ്ങൾ പേര് മാത്രം ചെയ്താൽ മതി എന്ന് സ്വന്തം ഭാര്യയുടെ തന്നെ. ഇല്ല മാതാവും പിതാവും ദൈവത്തെ പോലെയാണ്. അത് അവരോട് ചോദിക്കും, അമ്മയുടെ അടുത്ത് ചോദിക്കും. ഇപ്പൊ അച്ഛനോ അമ്മയോ മരിച്ചു കഴിഞ്ഞാല് മക്കള് തന്നെയാണ് കർമ്മം ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ ആ മരണത്തിന് ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ട് ആരും അറിയാതെ മറവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോ പറഞ്ഞുതരാം സാറേ. ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ച് ഞങ്ങളെ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തരുത്. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദു ആചാരത്തെ ആദ്യം മനസ്സിലാക്കുക, ഈ ഹിന്ദു സമാധിയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ ഇവരുടെ ഈ ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരം കൊടുക്കും സാർ? ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പൂജാവിധികളും കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അനുജന് പൂജാവിധിയും കാര്യങ്ങളും അവനറിയാം. ഇത് അനുജൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു കാര്യം പറയാൻ, എൻ്റെ അച്ഛൻ സമാധിയാകുമെന്ന് ഈ നമ്മുടെ മെമ്പർ അജിതയുടെ അടുത്ത് വരെ, മെമ്പർ അജിത നമ്മുടെ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല അച്ഛൻ്റെ വാക്ക് മക്കൾ അനുസരിക്കുക എന്നതാണ്. ഞങ്ങൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. അത് അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ അനുസരിച്ചതിൽ തെറ്റൊന്നുമില്ല. അച്ഛൻ പറഞ്ഞതും അച്ഛൻ സമാധിയായതും ഒക്കെ ഒരു ആത്മീയമായിട്ടുള്ള നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജനങ്ങൾ അറിയാതെ ഇതിനെ ജീവനോടെയാണോ അല്ല പിന്നെ മരിച്ചിട്ടാണോ ഇത് അടക്കിയെന്നുള്ളതാണ് ജനങ്ങളുടെ ഒരു സംശയം. മനസ്സിലായില്ലേ? ജനങ്ങളുടെ സംശയത്തിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ് ഇവിടെ കിട്ടാതെ നിങ്ങൾ ആകപ്പാടെ അങ്കലാപ്പിൽ ഇരിക്കുന്നു. സാറേ, ഞാൻ അങ്കലാപ്പിൽ ഒരിക്കലും ആയിട്ടില്ല. കാര്യം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ പ്രശ്നം സൃഷ്ടിച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം
ഇതിന്റെ ഉത്തരം മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. സംഭവം എന്നറിയാമോ, ഇവിടെ നിങ്ങളായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഒരു വർഗീയതയിലേക്ക് ഈ സംഭവം കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. അതിങ്ങോട്ട് വർഗീയത ഉണ്ടാക്കി കൊണ്ടുവന്നത് മുസ്ലിം അല്ലേ? അത് നിങ്ങൾക്ക് ഇനിയും ഇവിടെ ജീവിക്കേണ്ടതല്ലേ? അതെ 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 സാർ, സാർ അതാണ് എനിക്ക് ജീവിക്കണം. എൻ്റെ അച്ഛനെ ഞാൻ സമാധി തന്നെയാണ് ഇരുത്തിയത്. അതിലൊരു കളങ്കപ്പെടുത്തിയിട്ടില്ല. ഞാനിവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടോടെയാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ തന്നെ പറയും. ഞാൻ എൻ്റെ അച്ഛൻ്റെ സമാധിയെക്കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാര്യം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പുറമേ ഉള്ള ആളുകളുടെ ചോദ്യം മാത്രമാണ് ഞാൻ താങ്കളെടുത്ത് ചോദിച്ചത്, അല്ലാതെ എൻ്റെ ചോദ്യമായിട്ടല്ല. ഞങ്ങൾ 2-3 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും, ഇതിപ്പം മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളല്ല, ക്രൈസ്തവരല്ല, എല്ലാവരും ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ: എന്തുകൊണ്ട് ഇത് പൊതുജനത്തെ അറിയിക്കാതെ നിങ്ങൾ മറവ് ചെയ്തു എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അവിടെ വർഗീയതയില്ല, ജാതിയില്ല, മതമില്ല. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ മുസ്ലിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മുസ്ലിങ്ങൾക്ക് സമാധി എന്തെന്നറിയോ? ഞാനൊരു കാര്യം ചോദിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് സമാധി എന്തെന്നറിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് അവരെ മതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഹിന്ദു മതത്തിൽ അവർ അധികാരം കയറി വരേണ്ട ഒരു കാര്യവുമില്ല. ഞാനിതാ പറയുന്നുണ്ട്, ഹിന്ദു മതത്തിൽ അവർ അധികാരം കയറി വരേണ്ട ഒരു കാര്യമില്ല. മുസ്ലിങ്ങളുടെ അവരുടെ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ കബറടക്കത്തിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ 99% ഇവിടെ മുസ്ലിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ഞാനല്ലേ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗുണ്ടായിസം പോലെയാണ് 199% കയറി ആൾക്കാർ ഇവിടെ ഈ നമ്മുടെ ഹിന്ദു ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറി അടിച്ചത്. ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്.